മാതാപിതാക്കളുടെ വേർപാട് ഈ കുഞ്ഞറിഞ്ഞിട്ടില്ല. ബന്ധുക്കളുടെ സംരക്ഷണയിലാണിപ്പോൾ. സിദറത്തുൽ മുൻതഹ എന്ന ഈ 5 വയസ്സുകാരിയുടെ പിതാവ് ഷംസു കുറേ കാലം ഗൾഫിലായിരുന്നു. കോവിഡൊക്കെ വന്നപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് വന്ന് ഈ മുണ്ടക്കയിൽ റിസോർട്ടൊക്കെ നടത്തി ജീവിക്കുകയായിരുന്നു. പ്രളയത്തിൽ പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടു. ഒരല്പസമയം മുൻപ് നമ്മൾ ഇതേ വാർത്ത നൽകിയിരുന്നു. അത് നമ്മുടെ യൂട്യൂബിൽ ആ വാർത്ത നൽകുകയും ചെയ്തു. ഒരു മണിക്കൂർ തികച്ചായിട്ടില്ല. അത്രയധികം ആളുകളാണ് ആ കുഞ്ഞിനെ, ഈ 5 വയസ്സുകാരി, ആ പൊന്നോമനെ ഇപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. അതിന് താഴെ 200-ലധികം കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ചില കമൻറ്റുകൾ നിങ്ങൾ കേൾക്കണം, ഞാനത് നിങ്ങൾക്ക് വായിച്ചു തരാം. ഒരു സുപ്രഭാതത്തിൽ അനാഥയായി പോയവളാണ്. ഒരുപാട് സ്വത്തും മുതലും ഒന്നുമില്ല. പക്ഷേ ആരുമില്ലാത്ത ഒരു കുട്ടിയെ എൻ്റെ 2 മക്കളുടെ കൂടെ വളർത്താൻ ഞാൻ തയ്യാറാണ്. ഒരു കുറവും കൂടാതെ പൊന്നുപോലെ നോക്കിക്കോളാമെന്ന് പറയുന്നു ഒരാൾ. കമൻറ്റ് സെക്ഷനൊക്കെ വായിക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോവുകയാണെന്ന് പലരും എഴുതുന്നുണ്ട്. എനിക്ക് തന്നാൽ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാമെന്ന് പറയുന്നു. പന്തളം സ്വദേശിയാണ് സജിത വർഗീസ്. എൻ്റെ ഇസമോളുടെ കൂടെ ഞാൻ വളർത്താമെന്ന് പറയുന്നു. ഉപ്പയും ഉമ്മയും ഇല്ലാത്ത മക്കളുണ്ടെങ്കിൽ എനിക്ക് തരുമോ, എനിക്ക് കുട്ടികളില്ല എന്ന് ജമീല എഴുതുന്നു. ഞാൻ 14 വർഷം അനാഥാലയത്തിലാണ് വളർന്നത്. എനിക്കിപ്പോൾ ഒരു മകളുണ്ട്. അച്ഛനമ്മ നഷ്ടപ്പെടുന്നത് എന്താണ് എന്ന ബോധ്യം, ആ അറിവ് എനിക്കുണ്ട്. എനിക്ക് തരൂ, എൻ്റെ മോളുടെ കൂടെ പൊന്നുപോലെ നോക്കാമെന്ന് ആധി എഴുതുന്നു. എനിക്ക് മക്കളില്ല, എനിക്ക് തരുമോ ആ കുഞ്ഞിനെ, പൊന്നുപോലെ നോക്കാമെന്ന് രജനി മനോജ് എഴുതുന്നു. ഇങ്ങനെയുള്ള മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് അറിയുമ്പോഴുള്ള ആ ഒരു സന്തോഷം, ഒരു ആശ്വാസം, അത് വളരെ വലുതാണ്. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ഇത്രയും മനുഷ്യർ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണ് ഈ കുഞ്ഞിൻ്റെ വിവരം അറിയുമ്പോൾ, ഈ കുഞ്ഞിനെല്ലാം നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ എനിക്ക് ഉറപ്പാണ് അവളെ ഏറ്റെടുക്കാൻ, അവൾ ഏറ്റവും നല്ല കരങ്ങളിലേക്ക് എത്തും. ഏറ്റവും നല്ല കരങ്ങളിലേക്ക് ഒരു കുടുംബത്തിൻ്റെ പൊന്നോമനയായി അവൾ വളരും. അവൾ ഒറ്റയ്ക്കാവില്ല, അനാഥയാവില്ല എന്ന് നമുക്ക് എന്തായാലും ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇങ്ങനെയുള്ള ആളുകളുള്ളപ്പോൾ കേരളം എങ്ങനെ തോൽക്കാനാണ്? നമ്മൾ തോൽക്കില്ല, നമ്മൾ ഇതിനെയും അതിജീവിക്കുക തന്നെ ചെയ്യും. ശരിയാണ്, നമുക്ക് കുറേ മനുഷ്യരെ നഷ്ടപ്പെട്ടു, കുറേ ജീവിതങ്ങൾ ഇല്ലാതായി, കുറേ സ്വപ്നങ്ങൾ മണ്ണിലടിഞ്ഞു. പക്ഷേ അതിനെയെല്ലാം പുനർനിർമ്മിക്കാൻ, അവരെയെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, അനാഥരായവരെ സനാഥരാക്കാൻ നമുക്ക് ചുറ്റുമുള്ള ആളുകളുണ്ട്, മനുഷ്യരുണ്ട്. ഇതാണ് കേരളം.